ഹലോ, അസ്സാം വലൈക്കും. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ. അപ്പം എല്ലാവരും സഫാരിയിലെല്ലാം പൊക്കോളൂ. ഖത്തറിലുള്ളവരോടാണ്. നല്ല ഓഫർ ഉണ്ട് കേട്ടോ. അന്നലെ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ. 10-20 നല്ല നല്ല ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവരും പോയിട്ട് എല്ലാവരും പിന്നെ സാധനങ്ങളെല്ലാം വാങ്ങിക്കോളൂ. ഇന്നലെല്ലാം നല്ല തിരക്കാണ് കേട്ടോ. എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇന്നലെ ഒരു പാൻറ് വാങ്ങി. പിന്നെ എന്താ വാങ്ങിയേ, പിന്നെ മോക്കൊരു ചെറുതിനൊരു നൈറ്റി വാങ്ങി. എല്ലാം 10 രൂപയാണ് കേട്ടോ. നല്ല കുഴപ്പമില്ലാത്തതാണ്. പിന്നെ ടോയ്സ് കാര്യങ്ങളെല്ലാം ഓഫറിലിട്ടീന്. എല്ലാം 10, 20, 30 ഉള്ളൂ. അതൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. അപ്പം എല്ലാവരും സഫാരിയിലോട്ട് പോയിക്കോളൂ. അപ്പം ഇത് പരസ്യമല്ല കേട്ടോ, വെറുതെ പറഞ്ഞ ഞാൻ അല്ല, ഓഫറാണ്. പക്ഷെ ഞാനിതിൽ വെറുതെ വീഡിയോ പറയുന്ന അത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും അറിയാം ഓഫർ, ഭയങ്കര ഓഫർ ഇട്ടീനി സഫാരി. പിന്നെ ഞാൻ പറയാൻ വന്നത് ബാഗിന് ചെരുപ്പ് നല്ല നല്ല ഷൂ ഉണ്ട് കേട്ടോ. 20 ഉറുപ്പികയുള്ളൂ. അപ്പോൾ നമുക്ക് ഫർദൻ്റെ കൂടി ചുരിദാറിൻ്റെ കൂടെ എല്ലാം ഇടാൻ പറ്റിയ ഷൂകളുണ്ട്. അപ്പോൾ പെണ്ണുങ്ങൾക്കെല്ലാം ഒരുപാട് പിന്നെ ഉപകാരപ്പെടും. ഇപ്പോൾ മക്കളതാണെങ്കിലും എല്ലാം. പിന്നെ നല്ല ബാഗെല്ലാം ഉണ്ട്. അതെല്ലാം നല്ല ഓഫറാണ്. 10 ഉറുപ്പികയല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പോയി വാങ്ങിക്കാം. അപ്പോൾ ഞാനിന്ന് വന്നത് സഫാരിൻ്റെ പരസ്യം പറയാനല്ല കേട്ടോ. ഞാനിന്ന് പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഉപ്പില്ലാതെ പോലെ ജീവിക്കേണ്ട ഒരവസ്ഥ നമുക്ക് അത് ഒരു മക്കൾക്കും വരാതെ കേട്ടെ. എനിക്ക് എൻ്റെ ഉപ്പുണ്ടായി, പക്ഷെ നമുക്ക് ഉപ്പുണ്ടായിട്ടും ഉപ്പാൻ്റെ ഒരു സ്നേഹം അല്ലെങ്കിൽ ഉപ്പ നമ്മളെ നോക്കിയിട്ടോ ഉപ്പില്ലാത്ത പോലെ നമുക്ക് ജീവിക്കേണ്ട ഗതികേട് പടച്ചിറപ്പ് തന്നിട്ടുള്ള ആർക്കും വരാതിരിക്കട്ടെ, ആർക്കും കൊടുക്കാതിരിക്കട്ടെ. അതേപോലെ തന്നെയാണ് എൻ്റെ മോളവസ്ഥ അല്ലേ. എൻ്റെ മോള് ഓന് കറുത്തിട്ടോ വെളുത്തിട്ടോ ഒന്നും കണ്ടിട്ടില്ല. അപ്പം എൻ്റെ മോള് ഒരുപാട് വിഷമങ്ങളുണ്ട്. എൻ്റെ ഇടയ്ക്കെല്ലാം എൻ്റെ മോള് പറയുന്നു, പിന്നെ ഓല കോളേജിൽ വരുമ്പോൾ എനിക്ക് നെഞ്ഞ് പൊട്ടു. ഞാനും ഇല്ല, ഉമ്മയില്ല, പിന്നെ ഉപ്പയില്ല. അപ്പം എൻ്റെ ഉമ്മയല്ലേ പോന്ന്, അപ്പോൾ ഉമ്മാമല്ലേ. അപ്പോൾ ഉമ്മാമെല്ലാം ഓരോ ഉപ്പയും ഉമ്മയെല്ലാം ഒരുമിച്ച് വന്ന് മീറ്റിങ്ങിലും കാര്യങ്ങളെല്ലാം പിന്നെ ഇതാക്കുമ്പോൾ ഭയങ്കര ഇതല്ലേ. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് എന്താ നമുക്ക് എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അനുഭവം കേട്ടോ. നമുക്ക് പറഞ്ഞാൽ ആ വിഷമം നമുക്ക് ഒരിക്കലും പിന്നെ മാറൂല. എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഒപ്പുണ്ടായിട്ടും അതും നമ്മളെ കണ്ണു മുന്നിൽ ഇപ്പോൾ വേറൊരു പെണ്ണിനെ കെട്ടി പിന്നെ ആ മക്കളെ നോക്കലും പിടിക്കലും ഓലായിട്ട് അങ്ങോട്ട് പോക്കും ഇങ്ങോട്ട്, അത് നമ്മളെ കണ്ണു മുന്നിലാകുമ്പോൾ നമുക്ക് എത്രങ്ങാനും വിഷമം ഉണ്ടാവും അല്ലേ. നമ്മളും ആ ഉപ്പാൻ്റെ ഒരു മക്കളാണ് എന്നുള്ള ഒരു ഓർമ്മ ഇതുണ്ടാവുമല്ലോ. അപ്പം നമുക്ക് ഭയങ്കര വിഷമാണ്. ഒന്നില്ലെങ്കിൽ നമ്മളെ കണ്ണു മുന്നിൽ അല്ലാതിരിക്കണം. അപ്പം എൻ്റെ മോക്കല്ലോ ഓനെ കണ്ടിട്ടില്ല. പിന്നെ അപ്പോൾ ആ ഒരു ഉപ്പില്ലാത്തൊരു വിഷമേ അറിയുള്ളൂ. പക്ഷെ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഉപ്പൻ്റെ ഞങ്ങളെ നോക്കാതെ മറ്റേ പെണ്ണുങ്ങളെ പിന്നെ എന്താ പറയുക വേറെ കല്യാണം കഴിച്ച് മക്കളുണ്ടായി ആ മക്കളെ പൊന്നുപോലെ നോക്കുന്നതും പിടിക്കുന്നതും അതെല്ലാം വല്ലാത്തൊരു സംഭവമാണ്. അതൊന്നും നമുക്ക് ഒരിക്കലും എന്താ പറയുക സങ്കടം മാറൂല. ഇപ്പം നമ്മൾ ടൗണിൽ പോകുമ്പോഴാണെങ്കിലും ഇപ്പാൻ്റെ പെണ്ണുങ്ങളും മക്കളെല്ലാം ഇങ്ങനെ ഒരുമിച്ച് പോവുക. അപ്പോൾ നമ്മളത് കാണാനിട വരിക. പിന്നെ ഓർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. അതെല്ലാം നമ്മൾ ഈ എല്ലാം കണ്ണു മുന്നിലെല്ലാം നടക്കുന്നത്. അപ്പം നമ്മളാ വിഷമം നമുക്ക് ഒരിക്കലും പിന്നെ എന്താ പറയുക പിന്നെ ഇതാവൂല, മാറൂല. ഇപ്പം നമ്മൾ പഠിച്ചവന് എല്ലാ ഉമ്മമാർക്കെല്ലാം ആയുസ് ആഫിയത്തും കൊടുക്കട്ടെ. ഇപ്പം മരിച്ചതാണെങ്കിൽ നമ്മളൊപ്പം മരിച്ചെന്ന് പറയുക അല്ലേ. ഇത് നമ്മൾ എന്താ പറയുക ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ നമ്മളെ മുന്നിൽ മറ്റുള്ള മക്കളെ നോക്കുമ്പോൾ നമ്മളാ മനസ്സിൻ്റെ സങ്കടം ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാനല്ല ഒരുപാട് അനുഭവിച്ചിട്ടുള്ളത്. എൻ്റെ ഉപ്പ എന്നെ കണ്ടിട്ട് പോലും ഞാൻ പറഞ്ഞില്ല മുണ്ടാതെ ഇതാവുന്നതും. പിന്നെ മോക്ക് എന്ന് പറഞ്ഞാൽ ഉപ്പ ഇല്ലാത്തൊരു സംഭവമേ ഉള്ളൂ. ഓള് കണ്ടിട്ടില്ല, ഓന് ദൂരെയാണ്. അപ്പോൾ ഓനെ കണ്ടിട്ടില്ല, ഇതായിട്ടില്ല. അപ്പോൾ എന്നാലും ഓള് ഇടക്ക് പറയൂ, ഇമ്മ ഓല് അങ്ങനെ ഓലങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്താ പറയുക എന്തോ ഒരു സങ്കടം അല്ലേ. നമുക്ക് നമ്മളൊപ്പം ഉണ്ടെങ്കിൽ നല്ലപോലെ ഒരു ജീവിതമല്ലായിരിക്കും എന്നല്ലോ. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയണം,
ഭാര്യമാരെ എല്ലാവർക്കും മാറ്റി നിർത്തല. ഓലിക്കുണ്ടായ മക്കളെ എല്ലാവരും ഒരേപോലല്ലേ, എല്ലാരും ഒരേ മക്കളല്ല. അവരെ ഇതിലുണ്ടായ മക്കളല്ലേ. നമ്മളിപ്പോ 4 പെണ്ണെട്ടിയാലും 3 പെണ്ണെട്ടിയാലും മക്കളെല്ലാം ഒന്നല്ലേ. മക്കളെങ്ങനെ മാറ്റി നിർത്താന് ഒരു മാതാപിതാക്കളും എന്താക്കരുത്, ഒരു മക്കളെ നോക്കാതെ ഇങ്ങനെ മാറ്റി നിർത്തരുത്. നിങ്ങൾക്കുണ്ടായ മക്കൾ തന്നെയാണ്. ഫസ്റ്റ് കെട്ടിയാലും 2ാമത് കെട്ടിയാലും 3ാമത് കെട്ടിയാലും എല്ലാം നിങ്ങൾക്കുണ്ടായ മക്കൾ തന്നെയാണ്. മക്കളൊന്നും ചെയ്തിട്ടില്ല. അത് നിങ്ങളതിൽ ജനിച്ചെന്നുള്ള കുറ്റേ ആ മക്കൾ ചെയ്തിട്ടുള്ളൂ. ഇപ്പം എൻ്റെ മോളാണെങ്കിലും എല്ലാം ഇപ്പം എൻ്റെ മോള് നമുക്ക് ഉണ്ടായി, ഓൻ്റെ പാട്ടിന് പോയി അല്ലേ. ഞാനും എൻ്റെ സുഖം നോക്കി പോവുകയാണെങ്കിലോ എൻ്റെ മോൾ എന്തായി? എൻ്റെ മോൾ ഒന്നല്ലാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ നമ്മൾ മക്കൾ തന്നെയാണ്. നിങ്ങൾക്ക് എത്ര കെട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാര്യമാരെ ഒഴിവാക്കാൻ പറ്റും. പക്ഷേ ഞാൻ ഈ നമ്മളെ ഉപ്പമാരോടാ പറയുന്നത്, 3, 4 എല്ലാം കെട്ടിയ ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. എൻ്റെ അനുഭവം വെച്ചിട്ടാ പറയുന്നത്, ഒരാളെ കുറ്റപ്പെടുത്തില്ല. അപ്പോൾ മക്കളെന്താക്കുക, നിങ്ങൾ പൊന്നു പോലെ നോക്കുക. നിങ്ങൾ ലാസ്റ്റ് കെട്ടിയ ഭാര്യമാരും മക്കൾക്ക് ഒരു 10 റുപ്യൻ്റെ സാധനം വാങ്ങുമ്പോൾ ആദ്യത്തെ മക്കൾക്ക് 2 റുപ്യൻ്റെ സാധനമെങ്കിലും വാങ്ങിയിട്ട് ഓലെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ നോക്കുക അല്ലേ. ഓലെ കണ്ണീരെല്ലാം ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മളെ മക്കളെ കണ്ണീരെല്ലാം ഉണ്ടെങ്കിൽ നമ്മളൊന്നും ഒരിക്കലും തീറൂല. ഞാനെല്ലാം അത്രയും അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ ഒപ്പെല്ലാം നമ്മളോട് ടൗണിൽ നിന്ന് ഉപ്പാന്ന് വിളിച്ചാലും മുണ്ടാത്ത തിരിഞ്ഞ് നടത്തുന്നൊരവസ്ഥല്ലോ. പഠിച്ചോനെ എൻ്റെ അപ്പാൻ്റെ ആഗ്രഹം വിളിച്ചായിരിക്കട്ടെ. ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അപ്പാക്കും അതെല്ലാം പൊരുത്തപ്പെട്ട് സ്വർഗം കൊടുക്കട്ടെ. പിന്നെ ഞാൻ ഇപ്പോഴുള്ള ആൾക്കാരോടാ പറഞ്ഞു, ഇപ്പോഴും 2, 3, 4 പെണ്ണ് കിട്ടുന്ന ആൾക്കാരുണ്ട്. ഓലോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങൾ എത്ര ഭാര്യമാരെ വേണമെങ്കിലും ഒഴിവാക്കാം, പക്ഷേ നിങ്ങളെ മക്കളെ നിങ്ങൾ എന്താക്കരുത്, വേറെ തിരിച്ച് കാണരുത്. എല്ലാവരും ഒരേപോലെയാണ്, മക്കളെല്ലാവരും ഒരേപോലെയാണ്. നിങ്ങൾ 10 പെണ്ണെട്ടിയാലും 10 മക്കളുണ്ടെങ്കിലും ആ 10 മക്കളും നിങ്ങൾക്ക് ഉണ്ടായതാണ്. ആ ചിന്ത നിങ്ങൾക്ക് എല്ലാവരും വന്നിട്ട് മക്കളെ വിഷമിക്കാതിരിക്കുക. കൂടുതലൊന്നും വേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാര്യൻ്റെ മക്കൾക്ക് ഞാൻ പറഞ്ഞല്ലോ 10 റുപ്യൻ്റെ സാധനം വാങ്ങുമ്പോൾ ആദ്യത്തെ മക്കൾക്ക് ഇന്ന മക്കൾ എപ്പാൻ്റെ അടുത്ത് ഇതേ ഉള്ളൂ പറഞ്ഞാൽ 2 റുപ്യൻ്റെ ഒരു സാധനം വാങ്ങിക്കൊടുക്കുക. അപ്പോൾ ആ കുട്ടിയാക്കും മനസ്സെന്നറിയോ, ഈ കുട്ടിയാക്കും മനസ്സെന്നറിയോ. അത് അവിടെ ആ മക്കൾ നോക്കുന്നില്ല, എൻ്റെ ഉപ്പ 2 റുപ്യൻ്റെ സാധനമാണോ വാങ്ങി തന്നെ, അല്ലെങ്കിൽ 10 റുപ്യൻ്റെ സാധനമാണോ വാങ്ങി തന്നെന്നറിയില്ല. പക്ഷെ അത് വാങ്ങിക്കൊടുക്കുന്ന ആ കിട്ടുന്ന സുഖമില്ലേ. അപ്പോൾ മക്കൾ എത്ര മക്കളുണ്ടെങ്കിലും മക്കൾ തന്നെയാണ്. എൻ്റെ മോക്കിപ്പോൾ ഇതേ അനുഭവം. അവനെ കണ്ടിട്ടില്ല, അവൻ്റെ സ്നേഹം അറിഞ്ഞിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല അല്ലേ. അതുകൊണ്ട് നമുക്ക് ഓനെ പറ്റിയ വിഷമമില്ലാത്തതെന്ന് പറഞ്ഞാൽ ഓൻ നമ്മളെ നാട്ടിലല്ല. അതുകൊണ്ട് നമ്മൾ ഓൻ്റെത് എന്താണ് ഏതാണെന്നൊന്നും നമ്മൾ അറിയാത്തതുകൊണ്ട് നമുക്ക് ആ വിഷയമില്ല. പക്ഷെ എൻ്റെ ഉപ്പ എൻ്റെ അടുത്താ, എൻ്റെ കണ്ണിൻ്റെ മുന്നിലാണ്, ഞങ്ങളെ കണ്ണിൻ്റെ മുന്നിലാണ് എൻ്റെ ഉപ്പ പെണ്ണുങ്ങളെല്ലാം 2, 3 കൊല്ലം കെട്ടി. ആ മക്കളെല്ലാം പൊന്നുപോലെ, ആ മക്കളെന്നല്ല ലാസ്റ്റ് കെട്ടിയ മക്കളെ മാത്രം, ബാക്കി എല്ലാ മക്കളും തെണ്ടുക. അത് വേറെ വിഷയം. അപ്പോൾ മക്കൾ തന്നെയാണ്. ഞാൻ എൻ്റെ ഉപ്പാനെ കുറ്റപ്പറയല്ല. ഞാൻ ഇപ്പം ഇനി ഈ 2, 3 പെണ്ണെല്ലാം കെട്ടുന്നവരോട് പറയാണ്, എല്ലാവരും ഒരേപോലെ കാണുക മക്കളെ അല്ലേ. നിങ്ങളെ ഭാര്യമാരെ നോല എങ്ങനെയെങ്കിലും പാവം ജീവിക്കും. ഇപ്പം നമ്മൾ ജീവിച്ചില്ലേ, നമ്മളൊപ്പമില്ല, അല്ലെ നമ്മളൊപ്പം നോക്കിയിട്ടില്ല, പിന്നെ നമ്മളെ മാപ്പിള നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തോറ്റിട്ടില്ലല്ലോ. നമ്മൾ ജീവിച്ചില്ലേ, എത്രയും വർഷം ജീവിച്ചില്ലേ, എത്രയും വയസ്സായില്ലേ. ജീവിക്കും, പക്ഷെ വിഷമങ്ങളുണ്ടാവും, ഒരുപാട് വിഷമങ്ങളുണ്ടാവും. അപ്പം ഞാൻ ഉപ്പമാരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എത്ര പെണ്ണ് വേണം കെട്ടിട്ട്. ഇപ്പോഴത്തെ ചെക്കന്മാരോടും ഞാൻ പറയുന്നത് 2, 3 എല്ലാം കെട്ടുന്നവരുണ്ട്. പക്ഷെ അതിലുള്ള മക്കളെല്ലാം നിങ്ങളെ മക്കളാണ്. ആ മക്കളെന്താക്കുക, വേർതിരിക്കാതിരിക്കുക. അപ്പോൾ എൻ്റെ അവസ്ഥ ഒന്നും ഒരാൾക്കും വരാതിരിക്കട്ടെ. എൻ്റെ മോക്കും ആ അവസ്ഥ തന്നെ വന്നു അല്ലേ. നമ്മളെ ഉമ്മയും അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മളെ 10 വയസ്സിൽ എൻ്റെ ഉപ്പ ഒഴിവാക്കിയതാണ്. എൻ്റെ ഉമ്മ വേറൊരു കല്യാണം കഴിക്കുക അതിനെപ്പറ്റി ഒന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് ബുദ്ധിയില്ല പറഞ്ഞു കൊടുക്കാൻ. ഉമ്മ നിങ്ങൾ വേറൊരു കല്യാണം കഴിച്ചമ്മ, പിന്നെ നിങ്ങൾ വേറൊരു കല്യാണം കഴിച്ചമ്മ, നിങ്ങളെ നല്ല പ്രായമല്ലേ എന്ന് പറയാൻ നമ്മക്കും അതിനുള്ള അറിവും കാര്യങ്ങളും ഒന്നുമില്ല. എൻ്റെ ഉമ്മ നമ്മളെ നോക്കി ഇങ്ങനെ നിന്ന് അവിടെ പണിയെടുത്ത് ഇവിടെ പണിയെടുത്ത് അല്ലേ നിന്ന് നമ്മളെ നോക്കി. അതിനും ഒരു ജീവിതമില്ല, എത്രയും പ്രായമായില്ലേ.
എൻ്റെ 10 വയസ്സ് എന്നെല്ലാം പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നല്ല പ്രായത്തിനല്ലല്ലോ എൻ്റെ ഒപ്പം എൻ്റെ ഉമ്മാനെല്ലാം ഒഴിവാക്കിയത്. എന്നിട്ട് അതൊരു ജീവിതത്തിലേക്കൊന്നും പോയിട്ടില്ലല്ലോ. അത് നമ്മളെ നോക്കി ഇങ്ങനെ നിന്നില്ലേ. നമ്മളെ ഉമ്മൽ എത്ര പാവെന്ന് ആലോചിച്ച് നോക്കുക. അവരവരെ സുഖം നോക്കിയിട്ടില്ല. അവർക്കൊരു ജീവിതമാണെന്ന് ചിന്തിച്ചിട്ടില്ല. ജീവിതമാണെന്ന് ചിന്തിച്ചിട്ടില്ല. അപ്പോൾ അതെല്ലാം ഓർക്കുമ്പോൾ നമ്മളും എല്ലാം ഒരേപോലെ, ഞാനും എൻ്റെ ഉമ്മീൻ്റെ മോളെല്ലാം ഒരേപോലെ ആയി. വല്ലാത്തൊരു ജീവിതമായി. പഠിച്ചവൻ അതെല്ലാം കണ്ടറിഞ്ഞിട്ടായിരിക്കും എൻ്റെ മോക്ക് നല്ലൊരു ഭർത്താവിനെ കൊടുത്തതും. അൽഹംദുലില്ലാ, പഠിച്ചവൻ ആയുസ്സാഫിയത്തും കൊടുക്കട്ടെ എൻ്റെ മക്കൾക്ക് എല്ലാം കൊടുത്തതും. എന്നാലും നമ്മൾ എന്നാലും നമുക്കൊരു സങ്കടമല്ലേ. അതെല്ലാം നമ്മൾ കണ്ണു മുന്നിൽ ഇന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടായിനോ? വേറെ ഇപ്പോൾ 2 പെണ്ണ് വേറെ കെട്ടി നമ്മളെ കണ്ണു മുന്നിൽ ആ കുട്ടികളെ വളർത്തുന്നതും പിടിക്കുന്നതും സന്തോഷത്തോടെ നിൽക്കുന്നതും കാണേണ്ട ഒരവസ്ഥ ആർക്കെങ്കിലും ഉണ്ടായിനോ? നമ്മളെ തിരിഞ്ഞ് നോക്കാതല്ല, നമ്മളിപ്പാന്ന് വിളിക്കുമ്പോൾ തിരിഞ്ഞ് വിളിയേക്കാതെ തിരിഞ്ഞ് നിൽക്കുന്ന എൻ്റെ അവസ്ഥ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ. എല്ലാവരോടും ഞാൻ നമ്മളെ പ്രിയപ്പെട്ട ഉപ്പമാരോടാണെങ്കിലും നമ്മളെ ചെറുപ്പക്കാരോടാണെങ്കിലും എല്ലാം, നിങ്ങൾ പെണ്ണ് കെട്ടുന്നേ കെട്ടാതെല്ലാം നിങ്ങളെ ഇഷ്ടം നമ്മളെ ഇഷ്ടമല്ലാണ്. ഞാൻ ഇപ്പോൾ കല്യാണം കഴിക്കുന്നു കഴിക്കാത്തല്ല നമ്മളെ ഇഷ്ടം, അതെല്ലാം ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ നമ്മളെ മക്കൾ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് ജനിച്ചെന്നുള്ള തെറ്റ് മാത്രമേ ആ കുട്ടികൾ ചെയ്തിട്ടുള്ളൂ. ഓലെ വേർതിരിയാക്കാതിരിക്കും. നിങ്ങൾ എത്ര പെണ്ണിട്ടിയാലും 10 പെണ്ണിട്ടിയാലും 10 മക്കളുണ്ടെങ്കിൽ ആ 10 മക്കളെ ഒരേപോലെ നോക്കുക. ഭാര്യമാരെ നിങ്ങൾക്ക് വെറുപ്പും കാര്യം ഉണ്ടായിട്ടാണല്ലോ ഒഴിവാക്കുന്നത്. അപ്പോൾ നിങ്ങളെ മക്കളൊന്നും ചെയ്തിട്ടില്ല. മക്കളെ പൊന്നു പോലും നോക്കുക. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എന്നെ പോലെ ആരെങ്കിലും എല്ലാം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യ്. പിന്നെ ഉപ്പുണ്ടായിട്ടും ഉപ്പില്ലാതെ പോലെ ജീവിക്കേണ്ട ഒരു ഗതികേട് വന്നൊരു പെണ്ണാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഉപ്പ പാവം, എൻ്റെ ഉപ്പ സ്നേഹിക്കൽ തുടങ്ങിയപ്പോൾ എൻ്റെ പൊന്നെ, അത്ര കൊല്ലേ ഞാൻ എൻ്റെ ഉപ്പാൻ്റെ സ്നേഹം അനുഭവിച്ചിട്ടുള്ളൂ. എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ കുട്ടീനെ മനസ്സിലാക്കാതെ പോയിന്ന്. ആ കുറഞ്ഞ വർഷം, അത്ര കൊല്ലം, 1, 2, 3 കൊല്ലം. പാവം അർച്ചവനാഗ്രഹം ചേട്ടാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവരും ഇതിൽ അന്ന് ഞാൻ ഉപ്പാനെ പറ്റി പറയുമ്പോൾ എല്ലാവരും കമൻ്റ് ഇട്ടീനി, ഉപ്പ നോക്കിയിട്ടില്ലല്ലോ, ഉമ്മാനെ അങ്ങനെ ചെയ്തല്ലോ എന്ന്. പക്ഷെ എൻ്റെ ഉമ്മ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ ഉമ്മാക്ക് ദുരിതം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്നാലും നമ്മളെ കാലിൻ്റെ നമ്മളെ സ്നേഹിക്കാൻ വരുമ്പോൾ നമ്മളെങ്ങനെയാണ് തള്ളിപ്പറയാമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അത് നമുക്ക് കിട്ടുന്ന സ്നേഹമല്ലേ. അത് എത്ര വർഷമായിക്കോട്ടെ, പ്രായമായിക്കോട്ടെ, എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും മോളെ എന്നുള്ളൊരു വിളി, ആ ഒരു സുഖം നമുക്ക് വേറെ ആര് വിളിച്ചാലും കിട്ടൂല. അപ്പം നമ്മളിപ്പോൾ ചെയ്തതും ഇപ്പം നോക്കാത്തൊന്നും നമ്മൾ എന്താക്കിയിട്ടില്ല, നമ്മളവിടെ നോക്കിയിട്ടില്ല. നമ്മളെ ഉപ്പാൻ്റെ സ്നേഹം മാത്രമാണ്. അപ്പോൾ എല്ലാ ഉപ്പമാരോടും ഞാൻ പറയുകയാണ്, മക്കളെ നിങ്ങൾ ഒരിക്കലും വേറിട്ട് കാണരുത്. ഒരേ കണ്ണുകൊണ്ട് കാണുക. എല്ലാവരും 10 മക്കളുണ്ട്, 10 മക്കളും നിങ്ങളെ മക്കളാണ്. അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അത് എൻ്റെ ഒരു അപേക്ഷയാണ്. ഇനി ഇത് ഒരുപാട് ആൾക്കാർ കാണുന്നതാണ്. അപ്പോൾ മക്കളൊരിക്കലും നിങ്ങൾ കൈവിടാതിരിക്കുക. എത്ര പെണ്ണ് കിട്ടിയാലും അവരെ നിങ്ങൾക്ക് കയ്യെന്നനുസരിച്ച് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒരു കാര്യം പറഞ്ഞാൽ മതി, ഞാനിന്ന് 5 മണിക്ക്, ഖത്തറിൽ 5 മണി, നാട്ടിൽ 6 മണിക്ക് ലൈവിൽ വരും. എല്ലാവരും കാണാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.